ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലിസ് വിത്ത് ധന്യയിലേക്ക് സ്വാഗതം. ഇന്ന് 28 ഡേറ്റ് മാജിക് പ്രാക്ടീസിലെ ഡേ 16 ആണ്. അപ്പോൾ 15 വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പ്രാക്ടീസ് മുടക്കാതെ ചെയ്യുക. എന്നാണോ മുടങ്ങിയത്, ഏത് ക്ലാസ്സിലാണോ മുടങ്ങിയത് എന്ന് വെച്ചാൽ അത് 1 മുതൽ നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നെഗറ്റിവിറ്റി എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവാൻ ശ്രമിക്കുക. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെയൊക്കെ, നമ്മുടെ കയ്യിൽ പണമില്ല, നല്ല ആരോഗ്യമില്ല, ജോലിയിൽ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡാവുക. അതെന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ വരാൻ കാരണം? നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള സമയത്ത് ഒരിക്കലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരുന്നില്ല. നമ്മൾ ആ ആരോഗ്യത്തിന് ഒരിക്കലും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ ആരോഗ്യം തന്ന പ്രപഞ്ചശക്തിക്ക് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മുടെ കയ്യിൽ പണമുള്ള സമയത്ത് നമ്മൾ അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കുന്ന സമയത്ത് അതിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനൊന്നും ഒരിക്കലും ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ഫലങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവാൻ ശ്രമിക്കുക, എപ്പോഴും നന്ദി പറയുക. ഇവൻ നമ്മളൊന്ന് നടക്കുകയാണെങ്കിൽ പോലും ആ കാലടിക്ക് പോലും നമ്മൾ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോരോ ചേഞ്ചസ് വരുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മൾ ഓരോരോ കാര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന അമ്മയ്ക്ക്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ എപ്പോഴും കരുതുക, നമ്മളെല്ലാത്തിനും നെഗറ്റീവായിട്ടാവും ചിന്തിക്കുക. കാരണം എന്ത് കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് നെഗറ്റീവായിരിക്കും ചിന്തിക്കാം. നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡോട് കൂടി എല്ലാ കാര്യങ്ങളും നോക്കി കാണുമ്പോൾ നമുക്കതിലുള്ളൊരു മാറ്റം യൂണിവേഴ്സ് തന്നെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിൽ ചിന്തിക്കുക, അവിടെ നല്ല ബ്ലോക്കായിരിക്കും, ഞാൻ നേരത്തെ എത്തുമോ, എനിക്ക് നേരത്തെ എത്താൻ കഴിയുമോ എന്നൊക്കെ ആയിരിക്കും നമ്മളെ മൈൻഡിൽ ആദ്യം കടന്നു വരുന്ന ചിന്ത. അപ്പോൾ അതുപോലെ തന്നെയാവും നമുക്ക് നമ്മൾ പോണ വഴിയിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും, നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തൂല, അതിൻ്റെ ഇഷ്യൂസ്, അതിൻ്റെ പ്രോബ്ലംസ്, നമ്മളപ്പോൾ അതിനെക്കുറിച്ചിട്ട് ദേഷ്യം പിടിക്കുക, അങ്ങനെ ഓരോരോ കാര്യങ്ങളാവും നമ്മളെ നെഗറ്റീവ് മാത്രമായിരിക്കും നമ്മളുടെ ആ ഒരു സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ കരുതുക, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മൾ പോണ വഴിക്കൊക്കെ ഒരു തിരക്കില്ല, നല്ല ഒരു തിരക്കില്ലാത്ത സ്മൂത്തായിട്ട് പോകാൻ കഴിയുന്ന റോഡ്, നമ്മൾ വിചാരിച്ചതിലും നേരത്തെ അവിടെ എത്തുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, നമ്മളെല്ലാം സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് ഫീൽ ചെയ്തിട്ട്, ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ആ ഒരു കാര്യങ്ങളാവും സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾക്കും നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളുടെ ജീവിതത്തിൽ നിങ്ങൾ പാസ്റ്റും ഫ്യൂച്ചറൊക്കെ മറന്നിട്ട് നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക. പ്രസൻറ്റിൽ നമ്മളുടെ ജീവിതത്തിലുണ്ടാവുന്ന കുഞ്ഞു 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 കാര്യങ്ങൾക്ക് പോലും നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കുക. എല്ലാ കാര്യത്തിനും ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കിച്ചണിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോരോ പാത്രങ്ങൾക്കും പൊടികൾക്കും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ ആ ഭക്ഷണം കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായി തീരുമ്പോൾ തന്നെ നമ്മൾ ജീവിതത്തിൽ പതുക്കെ 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 നമുക്ക് ആ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ട് നമ്മൾ എപ്പോഴും ഇരിക്കുക, ഒരിക്കലും നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുക, അതെപ്പോഴും പോസിറ്റീവായിട്ട് ഗ്രേറ്റ്ഫുള്ളായിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആലോചിക്കാത്ത ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും.
അതൊക്കെ നമുക്കൊരു മിറാക്കിളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് നമ്മൾ ഏത് സമയം ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഫലങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരിക. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ഹാപ്പിനെസ് വരാനുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ യൂണിവേഴ്സ് കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് നമ്മളെപ്പോഴും സാഡായിട്ടാണ് ഇരിക്കുന്നത് വെച്ചാൽ ആ ഒരു രീതിയിലാവും നമ്മൾ എപ്പോഴും നമ്മളെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം എന്നുള്ള രീതിയിലാണ് സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ജോലിയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ജോലി നഷ്ടമാവുക എന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കുക, അതിനിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ പരാതികൾ ഇങ്ങനെ കൂടുതൽ പറയുന്തോറും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ജോലി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുണ്ടാവുക വെച്ചാൽ നമ്മളത് നേരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇതിലും കൂടുതൽ നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോഴുള്ള ജോലി നഷ്ടമായത്. ആ കൂടുതൽ നല്ലൊരു ജോലി എനിക്കായിട്ട് യൂണിവേഴ്സ് കൊണ്ടുതരും. അതെന്തായാലും എന്നിലേക്ക് എത്തും. നല്ല സാലറിയുള്ള, നല്ല അറ്റ്മോസ്ഫിയറുള്ള, നല്ല ബോസുള്ള, നല്ല കൊളീഗ്സുള്ള അങ്ങനെ ഒരു ജോലി എനിക്ക് കിട്ടും. കിട്ടും എന്നല്ല, എനിക്ക് കിട്ടി. അത് യൂണിവേഴ്സ് എനിക്ക് കൊണ്ടു തന്നു. ഈ രീതിയിൽ നമ്മളെ ചിന്തകൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായ ജോലിയിലേക്കാളും കൂടുതൽ നല്ലൊരു ജോലിയാവും നമുക്ക് കിട്ടുക. ഈ രീതിയിൽ നമ്മളെ ചിന്തകളെ നമ്മൾ മാറ്റിയെടുക്കണം. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരിക്കലും നമ്മൾ മറന്നു പോവും. നന്ദി പറയാനൊക്കെ നമുക്ക് മറന്നു പോവും. നമ്മളതൊരു ശീലമാക്കി മാറ്റുക. എപ്പോഴും നമ്മളെന്ത് പറയുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളെ നന്ദി പറയും. എന്തൊരു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും നടന്നു പോവുകയാണെങ്കിലും നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ടോ, നമുക്ക് എന്തെല്ലാം സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും നമ്മൾ എന്താ പറയുക, നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഒരാൾ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരാണെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയുക. ഒരാളുടെ അടുത്ത് നമ്മൾ ക്യാഷ് വാങ്ങുകയാണെങ്കിൽ അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ നമ്മൾ നന്ദി. ഈ നന്ദി എന്നുള്ളൊരു വാക്കൊരു മന്ത്രം പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്താ പറയുക, ഇതൊരു ശീലമാക്കി മാറ്റുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ മനസ്സിൽ നിന്ന് ആ ഒരു വാക്ക് വരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ലൈഫ് സ്റ്റൈലായിരുന്നു നമ്മൾ എത്തിത്തീരുക. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്നതാണ്, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ആ ഒരു നമ്മളെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളെന്താ നന്ദി എന്നുള്ള വാക്കുകൊണ്ടായിരിക്കട്ടെ. ഓരോ ദിവസത്തിലും നിങ്ങൾ ഓരോരോ 10 നമുക്ക് കാണുന്ന രാവിലെ ഉണർന്നിട്ട് കാണുന്ന 10 കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഡെയിലി ഒന്നെന്നെ പറയാതെ വെവ്വേറെ കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ കൂടുതൽ സാഹചര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ യൂണിവേഴ്സ് കൊണ്ടു തന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു മാറ്റങ്ങൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ പിന്നെ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സക്സസ് സ്റ്റോറി ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു, ലവ് യു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു, ലവ് യു.